everyone. Biomolecules എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവ് ദ ഗ്രാഫ് ഗിവൺ ബിലോ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് ആൻഡ് മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. ഇത് നമ്മളുടെ ഗ്രാഫ് ഒരു ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കാണിക്കുന്ന ഗ്രാഫാണിത്. ആൻഡ് മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദിസ് പ്രോസസ്. അപ്പോൾ എൻസൈംസിൻ്റെ ആബ്സെൻസിൽ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് കൂടുതലായിരിക്കും. എൻസൈംസ് ഇല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ എനർജി യൂസ് ചെയ്തിട്ട് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിയതിന് ശേഷമേ അവർക്ക് എന്താവാൻ പറ്റുള്ളൂ, പ്രോഡക്റ്റ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം എടുക്കും. എന്നാൽ എൻസൈംസ് വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യും, ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് എത്താനുള്ള ആക്ടിവേഷൻ എനർജി കുറയും. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റ് പെട്ടെന്ന് തന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. സോ എൻസൈമിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എൻസൈം ലോവർ ദ ആക്ടിവേഷൻ എനർജി ആൻഡ് സ്പീഡ് അപ്പ് ദ റിയാക്ഷൻ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് 2 amino acids are given below. Name them. 2 amino acids ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറൈൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അലാനിൻ. സെറൈനും അതേപോലെ തന്നെ അലാനിനുമാണ്. അതിൽ നമ്മളുടെ ടെക്സ്റ്റിൽ കുറച്ച് അമിനോ ആസിഡ്സിൻ്റെ അതേപോലെ തന്നെ ഫാറ്റ്, ഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ് അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. തേർഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഷോയിങ് ദ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. Enzyme plus substrate gives enzyme substrate, and this enzyme substrate convert into enzyme product. The product gets separated from the enzyme. അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ലിസ്റ്റ് ഔട്ട് എനി 2 factors affecting enzyme activity. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? ഇതിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ എന്ന് പറയുന്നത് എൻസൈം പ്രോഡക്റ്റ് ആണ്, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആണ്. അത് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് എനി 2 factors affecting എൻസൈം ആക്ടിവിറ്റി. ഈ എൻസൈം ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന 3-4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ടെമ്പറേച്ചർ ആൻഡ് pH, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, അതേപോലെ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ്. അതിൽ സി ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ഫോർമുല ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദ ക്ലാസസ് ഓഫ് എൻസൈംസ്. കുറച്ച് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഒരു സൈഡിൽ സബ്സ്ട്രേറ്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ മറ്റു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫറേസ് ആണ്. ട്രാൻസ്ഫറേസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ കാറ്റലൈസ് ടു ട്രാൻസ്ഫർ എ ഗ്രൂപ്പ്. ഒരു ഇതിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്, ട്രാൻസ്ഫറേസ് ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് വൺ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, the effect of change in concentration of substrate on enzyme activity is graphically represented. After reaching a maximum velocity, the reaction is not exceeding by any further rise in concentration of substrate. Explain. അതായത് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ നമ്മളുടെ സബ്സ്ട്രേറ്റ് ഒരു മാക്സിമം ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്ത് നടക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ദ എൻസൈം മോളിക്യൂൾസ്, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എൻസൈം മോളിക്യൂൾസ് സബ്സ്ട്രേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, കുറവാണ്. അതുകൊണ്ടാണ് ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവുന്നത്, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് എക്സീഡ് ചെയ്യാത്തത്. ക്ലിയർ? അതായത് അവിടെ ഒരു റിയാക്ഷനിൽ നമ്മൾ എൻസൈം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് അവിടെ നോക്കുന്നത്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലും എൻസൈമിൻ്റെ ആക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ആ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ അതിനനുസരിച്ചിട്ടുള്ള ആര് വേണം, എൻസൈംസ് അവിടെ വേണം. ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാനുള്ള അത്ര തന്നെ എൻസൈംസ് അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, മാക്സിമം വെലോസിറ്റി എത്തിയതിന് ശേഷം പിന്നീട് അങ്ങോട്ട് എക്സീഡ് ചെയ്യാത്തത്. ഓക്കെ. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 2 other factors that affect enzyme activity. ഇതേപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് pH, പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആണ് മറ്റുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, fill in the blanks suitably. In a protein, amino acids are linked by dash
ഇൻ എ പോളിസാക്കറൈഡ് ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഡാഷ്. അതായത് ഒരു പ്രോട്ടീനിൽ അമിനോ ആസിഡ്സ് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. സോ എ എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ട്. ഇനി പോളിസാക്കറൈഡിലാണെങ്കിൽ ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് വെച്ചിട്ടാണ് ഗ്ലൂക്കോസുകളിലെ അല്ലെങ്കിൽ മോണോസാക്കറൈഡ്സിന് എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത്. 6th one, identify the wrong statement from the following and correct it. Lipids are not strictly macromolecules. ലിപ്പിഡ്സ് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് ടിഷ്യൂസിനെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പൂൾസ് കിട്ടും. ഒന്ന് ആസിഡ് സോല്യുബിൾ പൂളും ആസിഡ് ഇൻസോല്യുബിൾ പൂളും. ആസിഡ് സോല്യുബിൾ പൂളിൽ മൈക്രോമോളിക്യൂൾസും ആസിഡ് ഇൻസോല്യുബിൾ പൂളിൽ മാക്രോമോളിക്യൂൾസാണ് കാണുക. പക്ഷെ നമ്മളോട് പറഞ്ഞത് ലിപ്പിഡ്സ് മാക്രോമോളിക്യൂൾസിൻ്റെ കൂടെയാണ് ലിപ്പിഡ്സിനെ കാണുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിലും ലിപ്പിഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോമോളിക്യൂൾസ് ആണെന്ന് പറയാം. കാരണം അവരുടെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 1000 ഡാൾട്ടനേക്കാളും താഴെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും അവർ കാണുന്നത് ഏതിൻ്റെ കൂടെയാണ്, ആസിഡ് ഇൻസോല്യുബിൾ പൂളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ലിപ്പിഡ്സിനെ നമുക്ക് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾസ് ആണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെൽസൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആ സെൽ മെംബ്രെയിനൊക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിലുള്ള കണ്ടൻസൊക്കെ ഒരു വെസിക്കിൾസിനുള്ളിലായിട്ട് മാറും. അതായത് വെസിക്കിൾസിനുള്ളിലായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അവർ വാട്ടറിൽ അല്ലെങ്കിൽ ആസിഡിൽ ഇൻസോല്യുബിൾ ആയിട്ടുള്ള ഫോമിലായിട്ട് മാറും. അതുകൊണ്ടാണ് ഇവർ ഏതിൻ്റെ കൂടെ വരുന്നത്, മാക്രോമോളിക്യൂൾസിൻ്റെ കൂടെ ഈ ലിപ്പിഡ്സ് വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ലിപ്പിഡ്സ് മാക്രോമോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആസിഡ് ഇൻസോല്യുബിൾ പൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആസിഡ് ഇൻസോല്യുബിൾ പൂളിൽ വരുന്ന എല്ലാം മാക്രോമോളിക്യൂൾ എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതെങ്കിലും ലിപ്പിഡ് ഒരു എക്സെപ്ഷൻ കേസാണ്. ലിപ്പിഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും അവരുടെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1000 ഡാൾട്ടനേക്കാളും താഴെയാണ്. 1000 ഡാൾട്ടനേക്കാളും താഴെയാണെങ്കിൽ അത് മൈക്രോമോളിക്യൂൾസ് ആണ് ശരിക്കും ആവേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെന്ന് പറയാം, ലിപ്പിഡ്സ് എക്സാക്ട്ലി എന്താവണം എന്നില്ല, അല്ലെങ്കിൽ സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. സെല്ലുലോസ് ഈസ് നോട്ട് എ പോളിസാക്കറൈഡ്. സെല്ലുലോസ് ഒരു പോളിസാക്കറൈഡ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ സെല്ലുലോസ് എന്താണ്, ഇറ്റ്സ് എ polysaccharide. 7th question, examples of 2 enzymatic reaction A and B are given. Identify the class of enzyme in A and B. First one, S reduce plus S oxidize. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, അത് ഓക്സിഡോ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് ആ ഒരു ആക്ഷൻ ചെയ്യുന്നത്. ഓക്സിഡോ റിഡക്ഷൻ ആണ് എന്ത് അവിടെ നടക്കുന്നത്. ഇനി ബി, അവിടെ എന്താണ്, ട്രാൻസ്ഫറേസ്. ഐഡൻറ്റിഫൈ ദ ക്ലാസ് ഓഫ് എൻസൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് ഏതാണ്, ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ബിക്കോസ് ദാറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. 8th question, protein is a heteropolymer, a homopolymer. Substantiate the statement. പ്രോട്ടീൻ ഒരു ഹെറ്ററോപോളിമർ ആണെന്ന് പറയാനുള്ള റീസൺസ്, പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. പക്ഷേ ആ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് അമിനോ ആസിഡ്സ് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രോട്ടീൻ ഹെറ്ററോപോളിമേഴ്സ് ആണെന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് അമിനോ ആസിഡ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രോട്ടീൻസ് ഹെറ്ററോപോളിമർ ആണെന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ഗിവൺ ബയോമോളിക്യൂൾ. 3 ബയോമോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെറൈൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്, ദാറ്റ് ഈസ് അഡിനിലിക് ആസിഡ്. അഡിനിലിക് ആസിഡ് ആണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ സി എന്ന് പറയുന്നത് ഏതാണ്, അത് കൊളസ്ട്രോൾ ആണ്. ഇത് കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. ഇനി സെലക്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോവിങ്. കൊളാജൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ഇൻസുലിൻ ഹോർമോൺ, ആൻറ്റിബോഡി സെൻസറി റിസപ്റ്റർ, ട്രിപ്സിൻ എൻസൈം. കൊളാജൻ എന്ന് പറയുന്നത് ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതൊരു ലാർജസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ആനിമൽ പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ ഹോർമോൺ ആണ്. ആൻറ്റിബോഡി എന്ന് പറയുന്നത് സെൻസറി റിസപ്ഷൻ അല്ല. ആൻറ്റിബോഡി ഈസ് എ പ്രോട്ടീൻ ദാറ്റ് ഫൈറ്റ് എഗെയിൻസ്റ്റ് microbes or fight against disease causing microbes. 11th question, identify the given molecule that comes under fat. 11th question ആണിത്. ഇത് ട്രൈഗ്ലിസറൈഡ് ആണ്. ഇത് ഏതാണ്, ട്രൈഗ്ലിസറൈഡ് ആണ്.
Name the biomacromolecule in which the peptide bond is present. 12th question നോക്കി നോക്കുക. Name the biomacromolecule. Macromolecule ആണ് in which the peptide bond is present. Peptide bond കാണുന്ന macromolecule ഏതാണ്? പ്രോട്ടീൻ ആണ്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. Name the bond present between phosphate and hydroxy group of sugar in nucleic acid. ന്യൂക്ലിക് ആസിഡിലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും അതേപോലെ തന്നെ OH ഗ്രൂപ്പ്, ഷുഗറിൽ OH ഗ്രൂപ്പും തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഏതാണ്? അത് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ടാണ്. OHും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും കൂടിയിട്ടുള്ള ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ബോണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ടാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. Metabolites are organic compounds constantly utilized in various metabolic activities in the cell. What are the two types of metabolites in the cell? അതായത് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. മെറ്റബോളൈറ്റ്സിൻ്റെ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് പ്രൈമറി മെറ്റബോളൈറ്റും മറ്റൊന്ന് സെക്കൻഡറി മെറ്റബോളൈറ്റും ആണ്. ഗീവ് എൻ എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് മെറ്റബോളൈറ്റ്സ്. രണ്ട് മെറ്റബോളൈറ്റ്സിനും എക്സാമ്പിൾസ്. പ്രൈമറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളാണ് അമിനോ ആസിഡ്, ഷുഗർ, ലിപ്പിഡ്സ് ഒക്കെ. അതേപോലെ തന്നെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൽക്കലോയിഡ്സ്, പിഗ്മെൻറ്റ്സ്, ടെർപെൻറ്റൈൻ ഇതൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾ. അതായത് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും, സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിരിക്കും ആ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. 14th question. The enzymes are biocatalysts which regulates various biochemical reaction. Illustrate the following reaction. Enzyme plus substrate gives enzyme substrate and which converts to enzyme and product. അതായത് എൻസൈംസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സബ്സ്ട്രേറ്റുമായിട്ട് എൻസൈം എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇനി ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അവർ ആ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും അതിനുശേഷം ആ പ്രോഡക്റ്റിനെ എൻസൈമിൽ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ എൻസൈം വീണ്ടും മറ്റൊരു റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതാണ് ഒരു എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എൻസൈം ആക്ഷനിൽ ഈ എൻസൈംസിൻ്റെ റോൾ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആവാൻ ആവശ്യമുള്ള ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യും? ഇവർ റെഡ്യൂസ് ചെയ്തിട്ട് അതുവഴി ഈ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യും. അതാണ് അവർ ചെയ്യുന്നത്. 15th question. Complete the following sequence with appropriate words. അമിനോ ആസിഡ്. അമിനോ ആസിഡ്സിൽ കാണുന്ന ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടാണ്. അത് വഴിയാണ് അവർ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. ഇനി ഗ്ലൈക്കോ ആസിഡിക് ബോണ്ട് ഉണ്ട്. അതിൻ്റെ മോണോമർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഗ്ലൈക്കോ ആസിഡിക് ബോണ്ട്സ് വഴി എന്ത് ചെയ്യും? ഈ മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ട് പോളിസാക്രൈഡ് ഫോം ചെയ്യും. പോളിസാക്രൈഡ് അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? മോണോസാക്രൈഡ്സ്, ഒരുപാട് മോണോസാക്രൈഡ്സ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ് വഴി ലിങ്ക് ചെയ്തിട്ടാണ് പോളിസാക്രൈഡ്സ് ഫോം ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്നത് എന്താണ്? മോണോസാക്രൈഡ് ആണ്. 16th question. Based on the graph given below, explain the effect of concentration of substrate on enzyme activity. ഇതേ സംഭവം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിയാക്ഷനിൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് വിചാരിക്കുക. പക്ഷേ ആ റിയാക്ഷൻ എന്ത് ചെയ്യും? ഒരു മാക്സിമം ലെവൽ എത്തിക്കഴിഞ്ഞാൽ, മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ചെയ്യില്ല? അത് എക്സീഡ് ചെയ്യില്ല. അതെന്ത് ചെയ്യും? സ്റ്റേബിൾ ചെയ്ത് എങ്ങനെ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ചിട്ട് ആര് വേണം? എൻസൈമും ഉണ്ടായിരിക്കണം. 17th question. Identify the protein structure A and B from the following figure. രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇത് ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് സെക്കൻഡറി പ്രോട്ടീനും അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഏതാണ്? ടെർഷ്യറി പ്രോട്ടീനാണ്. എ സെക്കൻഡറി പ്രോട്ടീൻ്റെ സ്ട്രക്ചറും ബി എന്ന് പറയുന്നത് ടെർഷ്യറി പ്രോട്ടീൻ്റെ സ്ട്രക്ചറുമാണ്. 18th question. Analyze the graph showing the activity of an enzyme influenced by temperature. What is meant by optimum temperature? Why does enzyme activity declines at too low and at too high temperature? ഇത് എൻസൈം ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോഴുള്ള ഗ്രാഫ് ഇതാണ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടും. പക്ഷേ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല? എൻസൈം ആക്ടിവിറ്റി കൂടില്ല, പിന്നെ അത് റെഡ്യൂസ് ചെയ്യും.
നമ്മുടെ എൻസൈമിൻ്റെ ആക്ഷൻ മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുക. അതിൻ്റെ കൂടെ ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും കുറവോ വന്നു കഴിഞ്ഞാൽ എൻസൈം ആക്ഷൻ എന്ത് ചെയ്യില്ല, മാക്സിമം ആവുന്നില്ല. അപ്പോൾ ആ ടെമ്പറേച്ചറിനെയാണ് അപ്പോൾ എന്തെന്ന് പറയുക, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുക. ആൻഡ് വൈ ഡസ് ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് അറ്റ് ടു ലോ ആൻഡ് ടു ഹൈ ടെമ്പറേച്ചർ? എൻസൈം ആക്ടിവിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസൈംസ് ഇനാക്റ്റീവ് ഫോമിലായിട്ട് മാറും. ഇനാക്റ്റീവായിട്ട് നിൽക്കും, അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നടക്കില്ല, എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടുതലായിട്ട് നടക്കില്ല. ഇനി ടെമ്പറേച്ചർ നല്ലോണം കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ എൻസൈംസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അവരുടെ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഡീനേച്ചർ ചെയ്യും, അല്ലെങ്കിൽ സ്ട്രക്ചർ മാറും. അങ്ങനെ സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ ഈ എൻസൈം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ, അവിടെ ആ റിയാക്ഷൻ എന്ത് ചെയ്യില്ല, സ്പീഡപ്പ് ചെയ്യില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ പ്രോട്ടീൻസ് ഹെറ്ററോപോളിമേഴ്സ്? Identify the protein from the given list of biomolecules and write its function. Heteropolymers പറയാൻ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ബിക്കോസ് ദ പ്രോട്ടീൻ ഈസ് മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ്. ഇതിൽ കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൻറ്റിബോഡിയാണ്. ഓക്കെ, ഇതിലൊരു സി ക്വസ്റ്റ്യൻ ഉണ്ട്, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ എ ആൻഡ് ബി. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ സെക്കൻഡറി. എ എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചറും ബി എന്ന് പറയുന്നത് ടെറിഷറി സ്ട്രക്ചറുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, symbolic presentation of a functional enzyme is given below. ഒരു ഫങ്ഷണൽ എൻസൈമിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം. ഇതിൽ ഒരു കോഫാക്ടർ ഉണ്ട്, അതേപോലെ തന്നെ അപ്പോ എൻസൈം ഉണ്ട്. കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം. എൻസൈമിൻ്റെ ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. അതിൽ നോൺ പ്രോട്ടീൻ പാർട്ടാണ് ഇത് കോഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈം എന്ന് പറയുന്നത് എന്താണ്, അത് അതിൻ്റെ പ്രോട്ടീൻ പാർട്ടാണ്, എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടാണ് അപ്പോ എൻസൈം എന്ന് പറയുന്നത്. നെയിം ബി ക്വസ്റ്റ്യൻ, നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ടൈപ്പ് കോഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, സെക്കൻഡ് വൺ കോഎൻസൈം, തേർഡ് വൺ ഇസ് മെറ്റൽ അയോൺസ്. ഇതാണ് 3 ടൈപ്പ് കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോഫാക്ടർ ഓഫ് ദ എൻസൈം കാർബോക്സിപെപ്റ്റിഡേസ്? കാർബോക്സിപെപ്റ്റിഡേസിൽ കാണുന്ന കോഫാക്ടർ എന്ന് പറയുന്നത് മെറ്റൽ അയോൺ ആണ്, ദാറ്റ് ഈസ് സിങ്ക്. സിങ്ക് ആണ് കാർബോക്സിപെപ്റ്റിഡേസിൽ കാണുന്ന കോഫാക്ടർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദ ഫോളോവിങ്. A. Amino acid in a protein molecule, sugar and phosphate in nucleic acid. Amino acids തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ടും ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് തമ്മിൽ എന്താണ്, എൻ ഗ്ലൈക്കസിഡിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കോഫാക്ടർ ആൻഡ് കോഎൻസൈം വിത്ത് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. കോഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം. എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ എന്ന് പറയുന്നത്. എന്നാൽ കോഎൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോഫാക്ടർ. കോഎൻസൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കോഫാക്ടർ, ഒരു ടൈപ്പ് കോഫാക്ടറാണ് ഇത് കോഎൻസൈം എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നിയാസിൻ ആണ്. ഇനി കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് എ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ആൻഡ് ദാറ്റ് മേക്ക് ദ റിയാക്ഷൻ സ്പീഡപ്പ്, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നത് കോഫാക്ടറാണ്. എക്സാമ്പിൾ സിങ്ക്. നേരത്തെ തന്ന അതേ ഗ്രാഫ് തന്നെയാണ് വീണ്ടും തരുന്നത്. ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. Find out the role of enzyme. Enzyme role എന്താ, they reduce the activation energy and speed up the chemical reaction. Mention any 2 factors that influence the activity of enzyme and state their influence. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടെമ്പറേച്ചർ, അതേപോലെ തന്നെ pH, ഇതൊക്കെ ഒപ്റ്റിമം ആണെങ്കിൽ അവർ മാക്സിമം ആയിരിക്കും, റിയാക്ഷൻസ് മാക്സിമം ആയിരിക്കും. എന്നാൽ ഒപ്റ്റിമത്തിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ അമിനോ ആസിഡ്. ഇതൊരു അമിനോ ആസിഡാണ്. ഗ്ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതായത് ഒന്ന് ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെങ്കിൽ അതെന്തായിരിക്കും, ഗ്ലൈസീൻ ആണ്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ ബോണ്ട് പ്രൊഡ്യൂസ് വെൻ അനദർ കോമ്പൗണ്ട് ഓഫ് ദ സെയിം കാറ്റഗറി കമ്പൈൻസ്. അതായത് സെയിം കാറ്റഗറി എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ തന്നെ മറ്റൊരു അമിനോ ആസിഡ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 അമിനോ ആസിഡ്സിനിടയിൽ ഉണ്ടാകുന്ന ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ടാണ്. ഇഫ് എ നമ്പർ ഓഫ് സച്ച് മോളിക്യൂൾസ് ബോണ്ടഡ് ടുഗെദർ, വാട്ട് വിൽ ബി ദ
റിസൾട്ടൻറ്റ് മോളിക്യൂൾസ്. ഇങ്ങനെയുള്ള ഒരുപാട് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് എന്തായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുക? പ്രോട്ടീനാണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, analyze the graph showing the activity of salivary amylase. Which is the optimum temperature for salivary amylase from the graph? ഇതിൽ optimum temperature എന്ന് പറയുന്നത് 37 ഡിഗ്രി ആണ്. Why the activity declines below the optimum value? ഒപ്റ്റിമം വാല്യൂവിന് താഴെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അവർ ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ആ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നത്? ഡിക്ലൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, non-protein constituent called cofactor are bound to the enzyme to make the enzyme catalytically active. അതായത് നോൺ പ്രോട്ടീൻ പാർട്ടായിട്ടുള്ള കോഫാക്ടർ എന്ത് ചെയ്യും? എൻസൈമിൽ ബൈൻഡ് ചെയ്തിട്ട് ആ എൻസൈമിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി സ്പീഡപ്പ് ചെയ്യും. നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നെയിം ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം. പ്രോട്ടീൻ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? അപ്പോ എൻസൈമാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി വെൻ ദ കോഫാക്ടർ ഈസ് റിമൂവ് ഫ്രം ദ എൻസൈം? കോഫാക്ടർ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കാറ്റലിറ്റിക് ആക്ടിവിറ്റി അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നഷ്ടപ്പെടും, ലോസ് ചെയ്യും. ഇനി സി, മെൻഷൻ എനി 2 kinds ഓഫ് കോഫാക്ടർ വിത്ത് എക്സാമ്പിൾ. ഒന്ന് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, അതേപോലെ തന്നെ കോഎൻസൈം, മെറ്റലയോൺസ്. ഏതെങ്കിലും എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ എഴുതുക. 15th, ഒബ്സർവ് ദ ഗ്രാഫ്. വാട്ട് ഈസ് മെൻ ബൈ വി മാക്സ് വാല്യൂ? വി മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റിയാണ്. വി മാക്സ് മീൻസ് മാക്സിമം വെലോസിറ്റി. അതായത് ആ ഒരു റിയാക്ഷൻ ഏറ്റവും മാക്സിമത്തിലേക്ക് എത്തുന്ന ആ ഒരു സ്പീഡിനെ, മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ വി മാക്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഈസ് വി മാക്സ് നോട്ട് എക്സീഡ് ബൈ എനി ഫർദർ റൈസ് ഇൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ. ഇനി സി, കെമിക്കൽ സബ്സ്റ്റൻസ് ക്ലോസ്ലി റിസംബ്ലിംഗ് ടു ദാറ്റ് ഓഫ് എ സബ്സ്ട്രേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഇൻ ടു എ റിയാക്ഷൻ സിസ്റ്റം, വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് സബ്സ്റ്റാൻഷിയേറ്റ്? അതായത് ഒരു റിയാക്ഷനിൽ നമ്മൾ ഒരേപോലെയുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഒരു സബ്സ്ട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആഡ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുക? അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അവിടെ ആ റിയാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അതായത് ഈ സെയിം സ്ട്രക്ചറിൽ വരുന്ന മറ്റേ ആളെന്താണ്? ഒരു ഇൻഹിബിറ്ററാണ്. അങ്ങനെ സെയിം സ്ട്രക്ചറിൽ വരുന്നവരാണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് പറയും? കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. അങ്ങനെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സിൻ്റെ ആക്ഷൻ കാരണം എന്ത് സംഭവിക്കും? എൻസൈം ആക്ഷൻ എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks column with the correct terms or sentence. എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാറ്റലൈസ് ഓക്സിഡേഷൻ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്. അപ്പോൾ അതെന്തായിരിക്കും? ഓക്സിഡോ റിഡക്ടേസ് ആയിരിക്കും. ട്രാൻസ്ഫറേസിൻ്റെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്ഫറിങ് ഓഫ് എ ഗ്രൂപ്പ്. ലയേസസ് കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി മറ്റൊരു എൻസൈമിൻ്റെ കേസ് പറയുന്നുണ്ട്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാറ്റലൈസ് ഇൻറ്റർ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. അതെന്ന് പറയുന്നത് ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ്. ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഐസോമേഴ്സിൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ലിഗേസ് ഹെൽപ്സ് ഇൻ ലിങ്കിങ് ഓഫ് 2 കോമ്പൗണ്ട്സ്. 2 കോമ്പൗണ്ട്സിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിഗേസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് 2-3 ഗ്രാഫുകളുണ്ട്. അതേപോലെ തന്നെ എൻസൈം ആക്ഷൻ, അതിൻ്റെ ലാസ്റ്റ് പാർട്സ്, എൻസൈം ആക്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഗ്രാഫുകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ടെക്സ്റ്റിൽ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാകുന്നത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ചാപ്റ്ററിൻ്റെ വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.